ഡബിങ് സ്റ്റുഡിയോ. ഓക്കെ ഇത് ഓക്കെ അവിടെ നിന്നിട്ടായിരിക്കും ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അത് വോയിസ് ബൂത്ത് എന്ന് പറയും. ഇതാണ് നമ്മുടെ കൺസോൾ റൂം. ഓക്കെ നമുക്ക് പല സൗണ്ട് ഡബിങ് എല്ലാം ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഇവിടെ എഞ്ചിനീയറും ഡയറക്ടറൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു. ആർട്ടിസ്റ്റ് അവിടെ ആയിരിക്കും. ആർട്ടിസ്റ്റ് ഡബ് ചെയ്യുന്ന വോയിസ് ബൂത്തിലോട്ട് പോവാം. ഓക്കെ വോയിസ് ബൂത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇപ്പം നമ്മൾ അധികവും ഈ സിങ്ക് സൗണ്ടും കാര്യങ്ങളും ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു ഡബിങ്ങിലേക്കും അല്ലെങ്കിൽ ഓഡിയോ മിക്സിങ്ങിലേക്കും ഒക്കെ വരുമ്പോൾ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും? പിന്നെ നമ്മൾ അതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരിക? സിങ്ക് സൗണ്ട് എന്ന് പറയുമ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ അവിടുത്തെ പെർഫോം ചെയ്യുന്ന ഡയലോഗുകളൊക്കെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പോൾ ഡബിങ്ങിനെ സംബന്ധിച്ച് അവിടെ എന്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഡയലോഗുകളുണ്ടോ അതെല്ലാം വീണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ റിപ്ലിക്കേറ്റ് ചെയ്യണം. സിങ്ക് സൗണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ എങ്ങനെ പെർഫോം ചെയ്തോ അതപ്പോൾ തന്നെ അതേപോലെ തന്നെ ആ ഒരു നാച്ചുറാലിറ്റിയിൽ നമുക്ക് കിട്ടും. പിന്നെ വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബ് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു 90% നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ നോയ്സി ആയിട്ടുള്ള ഏരിയകളോ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആയില്ല എന്ന് തോന്നുന്നു മാത്രം ഡബ് ചെയ്താൽ മതിയാവും. അപ്പൊ അത് മിക്സ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? ലൈക്ക് ഈ സൗണ്ടിന്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം? ഇപ്പോൾ ഒരേ ആളുടെ തന്നെ ആണെങ്കിൽ ഇപ്പം ഒരു ഡയലോഗ് പറയാണെന്ന് വിചാരിച്ചു, അപ്പൊ അടുത്ത ഇതിൽ നമുക്ക് അധികം സിങ്ക് സൗണ്ടിൽ അധികം പെർഫെക്ഷൻ വന്നിട്ടില്ല എങ്കിൽ നമ്മളിപ്പോ ഡബ് ചെയ്യാണെന്ന് വിചാരിച്ചാൽ ആ രണ്ട് സൗണ്ടും തമ്മിലുള്ള പ്ലഗിൻസ് അവൈലബിൾ ആണ്. അപ്പം അതെല്ലാം വെച്ചിട്ട് ടോണൽ മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടാണ് പോവുക. ഓക്കെ. ഇവിടെ ഇപ്പം ഏതൊക്കെ മൂവീസിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഏതെങ്കിലും മൂവി ഉണ്ടോ അതോ എല്ലാം ക്ലിയർ ആയിട്ട് പോയിട്ട്? അത് സ്വാഭാവികമായിട്ട് എല്ലാ മൂവീസിലും ഇപ്പോൾ സിങ്ക് സൗണ്ട് എടുക്കുന്ന എല്ലാ മൂവീസിലും ചിലപ്പോൾ ഈ പറഞ്ഞ നോയ്സി ഏരിയാസ് ഉണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വീണ്ടും ഡബ് ചെയ്യും. അപ്പം ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ? നമ്മൾ സിങ്ക് സൗണ്ട് ചെയ്യുന്നത് തന്നെയാണോ അതോ? അത് രണ്ടും ആ സിനിമയുടെ അവസ്ഥ പോലെ ഇരിക്കും. അപ്പം പൂർണ്ണമായിട്ട് സിങ്ക് സൗണ്ടിൽ പോയാൽ മാത്രം നന്നാവുന്ന സിനിമകൾ ഉണ്ടാവും ഡയലോഗ്സിന്. അപ്പോൾ അതേപോലെ തന്നെ ഡബ് ചെയ്തിട്ട് സിങ്ക് സൗണ്ട് പോലെ ആക്കി പോകുന്ന സിനിമകളും ഉണ്ട്. രണ്ടും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉള്ളതാണ്. ഇത് നല്ലത് മറ്റത് നല്ലതല്ല എന്നുള്ളൊരു ഇത് പറയാൻ പറ്റില്ല. രണ്ടിനും അതിൻ്റെതായിട്ടുള്ളത് തന്നെയുണ്ട്. ഓക്കെ. ഇപ്പം ഒരുപാട് തുടക്കക്കാർക്കൊക്കെ അവർ ഈ സിങ്ക് സൗണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം നമുക്ക് സൗണ്ട് ആണെങ്കിലും ചിലപ്പോൾ ഒരുപാട് നോയ്സ് വന്നേക്കാം. അപ്പം അത്തരത്തിലുള്ള ഒരു അവർക്ക് പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ ആലോചിക്കണം. എവിടെയാണ് നമ്മളത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു നോയ്സി ആയിട്ടുള്ള ഏരിയ ആണോ അല്ലെങ്കിൽ സ്റ്റോറിയിൽ അത് വരുന്നത് എവിടെയാണ് നമ്മളൊക്കെ നേരത്തെ ആലോചിക്കണം. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെന്യൂ പോലും അതിനനുസരിച്ച് നമ്മൾ സിങ്ക് സൗണ്ട് ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം ഈ തുടക്കക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ആദ്യം ചിലപ്പം അറിയില്ലായിരിക്കും ലൈക്ക് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നീടാണല്ലോ. ഇതേപോലെ നമ്മൾ ഡബിങ് ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ട് പലരും സിങ്ക് സൗണ്ടോട്ട് പോകാറുണ്ട്, പിന്നീട് അത് പാളാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. നമ്മളൊരു വീട് നോക്കും, അവിടെ പോയി ഷൂട്ട് ചെയ്യും. കൃത്യമായി ഷൂട്ട് ചെയ്യുന്ന ദിവസമായിരിക്കും തൊട്ടടുത്ത് കൂടി റെയിൽവേ ഉള്ളതെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമില്ലാത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ റോങ്ലി എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ അത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ സിനിമയിലും അതെല്ലാം സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ടൈമിൽ ഈ സൗണ്ടിന്റെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കാം. അപ്പോൾ എന്നാലും നമുക്ക് സംബന്ധിച്ച് ഓഡിയോ ആയി ബന്ധപ്പെട്ടവർക്ക് ഇതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷെ എന്നാലും ഒരു പുതിയതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വളരെ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറയുമോ? നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞൊരു എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡബിലോട്ട് വരുന്നു. ഇവൻ ഡബ് സിനിമയാണെങ്കിൽ നമ്മൾ ഡബ് ചെയ്യാൻ വരുന്നു. അല്ലെങ്കിൽ സിങ്ക് സൗണ്ടിന്റെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സിലോട്ട് പോകും. ആ സമയത്ത് ആവശ്യമില്ലാത്ത നോയ്സുകളൊക്കെ ക്ലീൻ ചെയ്ത് ഡയലോഗിനെ പ്രൊമനൻ്റ് ആക്കുക എന്നുള്ള പരിപാടിയാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് വരുന്നൊരു പരിപാടിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ. സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പം ഒരു സിനിമയെ സംബന്ധിച്ച് ഡയലോഗ് മാത്രമല്ലല്ലോ, ആംബിയൻസസ് ഉണ്ടാവും. ഇപ്പോൾ ആ വെന്യൂവിലുള്ള കാറ് അല്ലെങ്കിൽ നടക്കുന്ന സൗണ്ട്, ഇരിക്കുന്ന സൗണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു 3-4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആംബിയൻസ്, ലൈൻ എഫക്ട്സ്, ഫോളി എഫക്ട്സ്, ഫോളി സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഡബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ലെയർ ചെയ്യാനായിട്ട് തുടങ്ങും. ആംബിയൻസ്, ഫോളി ഒക്കെ ലെയർ ചെയ്യാനായിട്ട് തുടങ്ങും. മോസ്റ്റ്ലി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഈ സൗണ്ട് ഡിസൈനറുടെ റെക്കോർഡിസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും, അവിടുത്തെ ആംബിയൻസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ
പിന്നീട് എഡിറ്റ് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആംബിയൻസ് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ വെഹിക്കിൾസ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം പിന്നീട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഈ ഫിലിംസിൻ്റെ കൂടെ ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫോളി എന്ന് പറയുന്നത് എൻറ്റയർലി വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം ആർട്ടിസ്റ്റ് നടക്കുന്നതും ഇരിക്കുന്നതും അവർ ആക്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഫോളി ആർട്ടിസ്റ്റ് വീണ്ടും പെർഫോം ചെയ്യും. ഈവൻ അവർ ഇങ്ങനൊരു കൈ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതുവരെ ഈ ഫോളി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യും. അത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം വരുവാണെങ്കിൽ നമ്മൾ ഇപ്പം ആ ഒരു ഫോളി ആർട്ടിസ്റ്റ് ഇപ്പം നടക്കുവാണെങ്കിൽ അയാൾ നടക്കുക, ഫോളി ആർട്ടിസ്റ്റ് നടന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ഇത്രയും ലെയേഴ്സ് എല്ലാം വന്ന ശേഷമാണ് ഇത് മിക്സിലോട്ട് പോകുന്നത്, സൗണ്ട് മിക്സിലേക്ക്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു മൂവിക്കാണെങ്കിലും ഷോർട്ട് ഫിലിമിനാണെങ്കിലും സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മിക്സിംഗിലേക്ക് കിടക്കുന്നുള്ളൂ.